വിശുദ്ധ മറിയം ആരാ? എങ്ങനെയാണ് ഭക്തൻ അവരെ കാണേണ്ടത്? ഒരു ക്രിസ്തു അനുഗാമി എങ്ങനെയായിരിക്കണം വിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടുണ്ടാകേണ്ടത്? ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനമോ പ്രാർത്ഥനയോ, ദൈവത്തിന് കൊടുക്കുന്ന പരിഗണനയോ, ദൈവമാതാവെന്നോ സ്വർഗാരോപിതയോ ഈ വിശേഷണങ്ങൾ അർഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് അവസാന ഉത്തരം പറഞ്ഞിട്ടും നമ്മൾ കേൾക്കുന്നുണ്ടാ? പോപ്പ് പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പണ്ടേ ചെയ്തു വന്ന കാര്യം നമുക്ക് അനായാസന തുടരണം, ഒരമാന്തം അതിൽ വിചാരിക്കരുത് എന്ന് പഠിപ്പിച്ചത് വിശ്വസിച്ചു പോയാൽ പിന്നെ ഈ വചനം പിടിതരില്ല. നിങ്ങൾക്ക് ഈ കഠിന ഹൃദയത്തോട് വിട പറയണം. നമുക്കൊന്ന് സ്വതന്ത്രരാകണം. യേശു ചെയ്ത പ്രവൃത്തി കണ്ടിട്ട് വിശ്വസിക്കാത്ത കഠിന ഹൃദയർ ഏറെ ഉണ്ടായിട്ടും നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലർ ദുർബലരാ. 10-12 പേരേ ഉള്ളൂ. ഒരു 70 ശിഷ്യന്മാരപ്പുറത്തുണ്ട്. യേശുവിനെ അനുഗമിക്കാൻ വരുന്ന ഈ കരുത്ത് കുറഞ്ഞ സമൂഹത്തെ കണ്ടിട്ട് ഈ പ്രസ്ഥാനം താമസം വിനാപൊളിയും. ആരും കുഴപ്പമില്ലെന്നേ. ഞാനതിന് ആലങ്കാരികമായി പറയാറുണ്ട്. നമ്മുടെ മാനുഷികമായ ദൃഷ്ടിയിൽ ഒരനവസരത്തിൽ കർത്താവായ യേശുക്രിസ്തു അവരെ വിട്ട് പിരിയുന്നു. ഒരു പാസ്റ്റർ അനവസരത്തിൽ സ്ഥലം മാറിയ സഭയിലെ കാര്യങ്ങൾ ഓടിക്കാൻ പ്രയാസം. അതൊരു സത്യമാണ്, വലിയ പാടാ. അതിനൊരു അവസരം കൊണ്ട് മാറാൻ, അല്ലെങ്കിൽ ഡിസോർഡർ ആവും. പുതിയൊരാൾക്ക് വന്ന് അത് അറേഞ്ച് ചെയ്ത് പോകാൻ പ്രയാസമാണ്. യേശു മാറുന്ന അതിലും വല്ലാത്തൊരവസ്ഥയിലാണ്. ഇതാ ട്രഷറർ ഒറ്റിക്കൊടുത്തു, അവൻ ആത്മഹത്യക്ക് വേണ്ടി പോയി. പത്രോസ് തള്ളിപ്പറഞ്ഞു. ഒത്തുകൂടി ഇരിക്കാനൊരു സ്ഥലമില്ല, ഹെഡ് ക്വാർട്ടറില്ല, ഹെറ്റർ ഹെഡും സീലും ഇല്ല, ഒരു ഓർഗനൈസേഷൻ്റെ യാതൊരു സ്വഭാവവും ഇല്ല. ഈ സമയം നോക്കി കർത്താവ് പറയുക, നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നാഴിക നമ്മുടെ കണക്കൂട്ടലിൻ്റെ അപ്പുറത്താണ്. അത് തിരിച്ചറിയുന്നിടത്താണ് നമ്മിലെ ദൈവകൃപയുടെ വ്യാപനം. സാഹചര്യം നോക്കി നമ്മൾ വിലയിരുത്തുമ്പോൾ ദൈവത്തിൻ്റെ സമയം സുപ്രധാനമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഹൃദയത്തിൻ്റെ വിശാലത ഭക്തൻ്റെ മാത്രം അനുഗ്രഹമാണ്. അതുകൊണ്ട് ചില അന്തരീക്ഷങ്ങൾ കാണുമ്പോഴേ നമ്മളൊക്കെ മടുപ്പുളവാകുന്ന അനുഭവം വരും. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയല്ല. ജൂതൻ ഉൾക്കൊള്ളാതെ വന്നപ്പോൾ ഈ സാധുക്കളിൽ കുറേ പേർ ഉൾക്കൊണ്ടു.